ഒരു ബൗളെടുത്ത് അതിലേക്ക് മൈദാമാവും 1 കപ്പ് മൈദാമാവാണ് എടുത്തിരിക്കുന്നത്. ചേർത്ത് ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ ഉപ്പ്, പഞ്ചസാര 2 ടേബിൾ സ്പൂൺ. മധുരം കൂടുതൽ വേണമെന്നവർക്ക് കൂടുതൽ ചേർക്കാം. ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് കലക്കണം. കലക്കുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഒന്ന് മിക്സ് ആക്കണം. ഉപ്പും പഞ്ചസാരയും ബേക്കിംഗ് പൗഡറും എല്ലാം. അതിനുശേഷം ചെറിയതായിട്ട് ചൂടാക്കി വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങാപ്പാൽ അത് കുറേശ്ശെ ഇതിലേക്ക് ഒഴിച്ച് കലക്കാം. 1 കപ്പ് തേങ്ങാപ്പാലെന്ന് പറയുമ്പോൾ ഇത് കലക്കാൻ ആവശ്യമായ തേങ്ങാപ്പാൽ കുറച്ചുകൂടെ വേണ്ടി വന്നാൽ അതുകൂടെ ചേർക്കാം, മാവ് എടുക്കുന്നതനുസരിച്ച്. ഇവിടെ 1 കപ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ചൂടാക്കിയ തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ ചെറിയ ചൂടോടുകൂടിയാണ് ഇതിനകത്ത് ഒഴിച്ച് കലക്കുന്നത്. അപ്പോഴിനി ഇത് കുറച്ച് തേങ്ങാപ്പാൽ ബാക്കിയുള്ളൂ. എല്ലാ തേങ്ങാപ്പാലും ഒഴിക്കണമെന്നില്ല, നമുക്കിതുപോലെ കോരി ഒഴിക്കുന്ന പരുവമാണ്. അപ്പോൾ അതിന് ആവശ്യമായ തേങ്ങാപ്പാൽ മതി. അപ്പോഴത്തേന് ഒരു കപ്പ് തേങ്ങാപ്പാൽ കുറച്ച് ബാക്കി വന്നിട്ടുണ്ട്. ഒരു ശകലവും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് നീട്ടി ഇപ്പോൾ ബാക്കി വരുന്ന തേങ്ങാപ്പാലൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ അണ്ടിപ്പരിപ്പും ഈന്തപ്പഴമാണ് ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. മുന്തിരിങ്ങ കയ്യിലുള്ളവർക്ക് മുന്തിരിങ്ങയാണ് ഇതിൽ ചേർക്കാനുള്ളത്. ഈന്തപ്പഴം ചേർത്താലും മതി, മുന്തിരിങ്ങ കയ്യിലില്ലാത്തവർ. ഇനി ഇതും എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. നല്ലതുപോലെ മിക്സ് ആക്കിയതിന് ശേഷം 1/2 മണിക്കൂർ മാറ്റി വയ്ക്കണം. ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർക്കണം. അത് വേണമെന്നുള്ളവർ ചേർത്താൽ മതി. ഞാനിപ്പോൾ ചേർക്കുന്നത് നമ്മൾ വീട്ടിലെ ആവശ്യത്തിനായതുകൊണ്ട് ഞാനിപ്പോൾ ഏലക്കാപ്പൊടി ചേർക്കുന്നില്ല. പലതിലും ഞാനങ്ങനെ ഓരോന്ന് ആവശ്യമില്ലാത്തത് മാറ്റാറുണ്ട്. നമ്മൾ വീട്ടിൽ കഴിക്കുന്നതിനിപ്പോൾ ഏലക്കാപ്പൊടി വേണമെന്നൊന്നുമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഏലക്കാപ്പൊടി ചേർക്കുന്നില്ല. ഏലക്കാപ്പൊടി ചേർക്കുമ്പോൾ അതിൻ്റെ ഒരു മണം ടേസ്റ്റും ഒക്കെ കിട്ടും. ഇപ്പോൾ ഇത് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമ്മൾ 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന മാവ് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. 1/2 മണിക്കൂർ കഴിഞ്ഞ് ഇത് നമുക്കൊന്നുകൂടെ ഒന്ന് കലക്കി എണ്ണയിൽ കോരി ഒഴിക്കാം. എണ്ണയിലൊന്ന് പറയുമ്പോഴത്തേക്ക് ഉണ്ണിയപ്പക്കാരയിൽ കോരി ഒഴിക്കാം, അല്ലെങ്കിൽ അതുപോലെ കുഴിയുള്ളൊരു പാത്രം എടുത്ത് കോരി ഒഴിക്കാം. അതിനുവേണ്ടി നമ്മളൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിക്കാം. ഇതിലേക്ക് ഞാനൊരു കുഞ്ഞു പാത്രം കുഴിയുള്ളത് ഇറക്കി വയ്ക്കുകയാണ്. നമ്മൾ ഉണ്ണിയപ്പക്കാരയിൽ കോരി ഒഴിക്കുന്നതിന് പകരമാണ് ഇതുപോലൊരു കുഴിയുള്ള പാത്രം എടുത്ത്, കൊച്ചു പാത്രം, ഇത്തിരി കൂടെ വലുതായാലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് മാവ് കോരി ഒഴിക്കാം. നമ്മൾ ഈ മാവ് ഇങ്ങനെ പാത്രത്തിൽ കോരി ഒഴിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. ഞാൻ ഇതിന് മുന്നേ ഒന്ന് കോരി ഒഴിച്ചെടുത്തായിരുന്നു, അതുകൊണ്ടാണ് ആ പാത്രത്തിൽ ഇച്ചിരി പറ്റിയിരിക്കുന്നത്. എല്ലാവരും ആ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ഇതിലേക്ക് കോരി ഒഴിച്ചെടുക്കുന്നതിൻ്റെ മുകളിലോട്ട് കോരി ഒഴിച്ചെടുക്കുമ്പോൾ നല്ലതുപോലെ പെട്ടെന്ന് പൊങ്ങി വരും. ഇതിപ്പോൾ ഓരോന്ന് കോരി ഒഴിക്കുമ്പോൾ ഒരുപാട് താമസം എടുക്കുമെന്ന് നമുക്ക് തോന്നുമെങ്കിലും പെട്ടെന്ന് ഇതായി വരും. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഉണ്ടോ? വീണ്ടും ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം നമുക്കത് കോരി മാറ്റാം. ഇപ്പം തന്നെ ഇത് ശരിയായിട്ടുണ്ട്. ഇങ്ങനെ കോരിയെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു പിൻ വെച്ച് കുത്തിയെടുക്കാം.
എണ്ണ ഇതുപോലെ ഇച്ചിരി കോരി ഇതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കണം. തിളച്ച എണ്ണ ആയതുകൊണ്ട് അത് പെട്ടെന്ന് പൊങ്ങി വരും. മുകൾ ഭാഗവും കൂടെ ഒന്ന് പെട്ടെന്ന് വെന്ത് പൊങ്ങി വരും. നിങ്ങൾ കണ്ടതാണ് മാവ് കോരി ഒഴിച്ചപ്പോൾ ഉള്ള എണ്ണ അതുപോലെ തന്നെ ആ പാത്രത്തിൽ കിടപ്പുണ്ട്. നമ്മൾ അതിൻ്റെ മേളിൽ ശകല എണ്ണ കോരി ഒഴിച്ചെന്നേ ഉള്ളൂ. വീണ്ടും ഇതുപോലെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഉണ്ണിയപ്പക്കാരയിൽ കോരി ഒഴിക്കുകയാണെങ്കിൽ എല്ലാം കൂടെ ഒരുമിച്ച് ആക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ വീണ്ടും ഇതിൻ്റെ മേളിൽ കുറച്ച് എണ്ണ കോരി ഒഴിച്ചു കൊടുക്കണം. നമ്മൾ അപ്പോഴും തന്നെ ആ ചൂടെണ്ണ കോരി ഒഴിച്ചു കൊടുക്കണം. ഇപ്പോഴും നമ്മൾ പലഹാരം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി പലഹാരമാണ്. ബ്രേക്ക്ഫാസ്റ്റായിട്ടും വൈകിട്ടത്തെ ചായക്കടിയായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ നല്ല സോഫ്റ്റാണ്. പിന്നെ മധുരം കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ കുറച്ചുകൂടി മധുരം ചേർക്കാം. ഇപ്പോഴെല്ലാവരും ഉണ്ടാക്കി വെക്കണം. ഓണമായിട്ട് എല്ലാവർക്കും ആവശ്യം വരും. 1 കപ്പ് മൈദാമാവ് കൊണ്ടാണ് ഇത് തയ്യാറാക്കിയേക്കുന്നത്. അപ്പോഴെല്ലാവരും ആ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്.